ഒരിക്കലേ എൻ്റെ ഒരു പ്രാർത്ഥനാ സുഹൃത്ത് ഇതൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്, എൻ്റെ ജീവിതത്തിൽ വന്നിട്ടുള്ള നല്ല അനുഭവങ്ങളൊന്നാണത്. ഒരിക്കലും അദ്ദേഹത്തിന് CBI റെയ്ഡ് ഉണ്ടായി. അദ്ദേഹം ഒരു വ്യവസായി ആയത് കാരണം, വ്യാപാരി ആയത് കാരണം CBI റെയ്ഡ് ഉണ്ടായി. റെയ്ഡ് പലതരത്തിലുള്ള ദിവസങ്ങൾ, ആ ദിവസങ്ങളിൽ തന്നെ വിജിലൻസിൻ്റെ റെയ്ഡ് ഉണ്ടായി, ക്രൈംബ്രാഞ്ച് ഉണ്ടായി. കാര്യം പുള്ളിയുടെ ശത്രുക്കൾ പുള്ളിയെ ബിസിനസ്സിൽ നിന്ന് കളയാൻ വേണ്ടി ചെയ്യണ ഒത്തിരി ഹൈക്കോടതി പോലെ കേസ്. ഒരു മനുഷ്യൻ, ഞാൻ ഈ സമയത്ത് നോക്കി, ഒരു മനുഷ്യന് ഇങ്ങനെ ഇത്രയും പ്രശ്നങ്ങൾ, ഹാർട്ട് അറ്റാക്ക് ഇല്ലാതെ എങ്ങനെ ജീവിക്കാൻ പറ്റുമെന്ന്. കാര്യം ഒരു കേസല്ലേ, അതായത് വിജിലൻസിൻ്റെ കേസുണ്ട്, ക്രൈംബ്രാഞ്ചിൻ്റെ കൂടെ CBI. അതായത് ഈ മനുഷ്യൻ്റെ പിന്നിലാണ് എപ്പോഴും പോലീസ്. ഒരു ദിവസം അദ്ദേഹം എന്നെ രാത്രി വിളിച്ചു, ഞാൻ എപ്പോഴും അത് ഓർക്കും. അങ്ങനെ ഞാൻ അഭിഷേകം പഠിച്ചെടുത്തത്. അതായത് രാത്രി ഞാൻ എന്നോട് പറഞ്ഞ അച്ഛാ, ഞാൻ ഇപ്പം സംസാരിക്കും, അതിനുശേഷം ഞാൻ സിം ഒടിച്ച് കളയാമെന്ന് പറഞ്ഞു. കാര്യം എന്താ, എന്നെ പോലീസ് ഫോളോ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. കാര്യം അകത്തായാൽ പിന്നെ പുള്ളിയെ സപ്പോർട്ട് ചെയ്യാൻ ആർക്കും പറ്റത്തില്ല, അകത്തായത് തന്നെ അത്രയും തന്ത്രപരമായിട്ടാണ് നിൽക്കുന്നത്. അകത്ത് നീ പോകുമെന്ന് പുള്ളിക്ക് ഉറപ്പായി. കാര്യം പുള്ളി 14ാമത്തെ നിലയിൽ നിൽക്കുകയാണ്, പോലീസ് താഴെയാണ് നിൽക്കുന്നത്. ഇപ്പോൾ ലൊക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ദൈവത്തിൻ്റെ എന്തോ അനുഗ്രഹമാണ്. പക്ഷേ ഇയാൾ ഇവിടെ എവിടെയോ, ഈ പ്രദേശങ്ങളിൽ എവിടെയോ ഉണ്ടെന്ന് അവർക്ക് മനസ്സിലാകുന്നുണ്ട്. പക്ഷേ വേറെ ലൊക്കേറ്റ് ഒന്നും പിടിക്കിട്ടില്ല. അതുകൊണ്ട് പക്ഷേ പുള്ളിക്കറിയാം പിടുത്തത്തിലായി പോയെന്നറിയാം. എന്നോട് പറയും, നാളെ എന്നെ അച്ഛന് കോള് കിട്ടില്ലെങ്കിൽ ഞാൻ അകത്തായെന്ന് വിചാരിച്ചാൽ മതി എന്ന് പറയും. അപ്പോൾ ഈ മനുഷ്യൻ ഇങ്ങനെ പരവേശം കൊള്ളിക്കണം, വിഷമിച്ചിട്ട് സങ്കടപ്പെട്ട്. ഞാൻ ആദ്യമായിട്ട് അങ്ങനെ അത്രയും ആ മനുഷ്യൻ വേദനിക്കണ കാണുന്നത്. അപ്പോൾ എനിക്കാണെങ്കിൽ ഒന്നും ചെയ്യാനില്ല. കാര്യം മറ്റൊരു സിറ്റിയിൽ എനിക്കാണെങ്കിൽ സംസാരിക്കാൻ പറ്റും. എൻ്റെ സംസാരം പിടിച്ചെടുത്താൽ പോലീസ് അപ്പോൾ തന്നെ എവിടെയാണ് ലൊക്കേറ്റ് ചെയ്യും. അപ്പോൾ എനിക്ക് സംസാരിക്കാൻ പറ്റണില്ല. അപ്പം ഞാൻ ഉടനെ അതിനോട് എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. കാര്യം ഞാൻ അവളെ ഇൻ്റലിജൻ്റായിട്ടാണ് മൂവ് ചെയ്യണം. പുള്ളി എന്നോട് സംസാരിച്ചുകൊണ്ട്, അച്ഛൻ ഒന്നും പറയരുത്, പേര് പറയരുത്, സ്ഥലം പറയരുത്, ഒന്നും പറയരുത്, ഞാൻ നീ എന്നൊക്കെ പറയാവൂ, അത്രയും എളുപ്പത്തിനും. കാര്യം അത്രയും സീരിയസ് ആണ് വിഷയം. കള്ളക്കേസാണ്. പക്ഷേ നമ്മൾ തെളിയിക്കണം കോടതി തെളിയിക്കുമ്പോൾ അകത്തായി പോയി തന്നെ. അതാണ് നമ്മുടെ നിയമവ്യവസ്ഥയുടെ പ്രത്യേകത. അതാണ് നമുക്ക് ജാമ്യമില്ല. കള്ളക്കേസാണ്, പക്ഷേ അത് തെളിയിക്കാമെങ്കിൽ എന്ത് ചെയ്യണം, കോടതി വരണം. കോടതി വെക്കേഷൻ ആണെങ്കിൽ നമ്മൾ ഉണ്ടെന്നതിൻ്റെ പ്രശ്നം. കോടതി വെക്കേഷൻ ആകുമ്പോൾ മാത്രമേ ഇങ്ങനെയുള്ള ആൾക്കാരെ പിടിച്ച് അകത്തിടാൻ ഉദ്ദേശിക്കുന്ന ശത്രുക്കൾ കൃത്യമായ കാര്യം നിൽക്കത്തുള്ളൂ. പിന്നീടല്ല ഇവരകത്തിട്ട് കഴിഞ്ഞാൽ പിന്നെ കൂടുതൽ ലീവായിരിക്കും. 2 മാസം കഴിയേണ്ടി വരും. അതിനുള്ളിൽ എല്ലാ തെളിവുകളും ആർക്ക് അനുകൂലമാക്കി അവരെടുക്കും. ഇങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ. അങ്ങനെ ഒരു അവസ്ഥ വന്നപ്പോഴേ എനിക്കും എന്ത് ചെയ്യാൻ പറ്റും, എനിക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ എന്ത് ഉപദേശം കൊടുക്കും, എനിക്കൊരു ഉപദേശം കൊടുക്കാൻ പറ്റില്ല, പേര് പോലും വിളിക്കാൻ പറ്റില്ല. പിന്നെ എന്ത് ചെയ്യും? ഇതാണ് ഈ പ്രശ്നം. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഈ നമ്മൾക്ക് പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ അതൊരു ഭയങ്കര, ഈ ക്രിസ്ത്യൻസിൻ്റെ ഏറ്റവും ശക്തിയും ഏറ്റവും ബലഹീനതയും പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള അറിവുകേടാണ് സംഭവം. നമ്മുടെ ക്രിസ്ത്യൻസിൻ്റെ ഏറ്റവും വലിയ ശക്തി എന്താണ്? പരിശുദ്ധാത്മാവ്. കാരണം ജന്മനാ തന്നെ ജനിക്കുമ്പോൾ തന്നെ ജ്ഞാനസ്ഥാനത്തിലൊക്കെ പരിശുദ്ധാത്മാവിനെ കിട്ടുന്നതാണ്. നമ്മൾക്ക് പിന്നെ ശരീരബലത്തിലേക്ക് അത് സ്ഥിരപ്പെടുത്തിയിരിക്കുന്നതാണ്. പക്ഷേ പരിശുദ്ധാത്മാവിനെ ഓൾറെഡി ബാപ്റ്റിസത്തിൽ കിട്ടും. പിന്നെ നമ്മളതിനെക്കുറിച്ച് കോൺഷ്യസ് അല്ല നമ്മൾ. പക്ഷേ പിന്നീട് നമ്മൾ വളർന്നു വരുമ്പോൾ ഈ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നതിനെക്കുറിച്ച് നമ്മളത് ഊതി. ഇപ്പോൾ തിമോത്തി 6 പറയത്തില്ലേ, ടു ഫാൻ ടു ഫ്ലെയിംസ് എന്ന് പറയും. എൻ്റെ കൈവപ്പിലൂടെ നിനക്ക് ലഭിച്ച ദൈവീക വരം ഊതി കത്തിക്കാൻ. അതാ നല്ല രസമുള്ള വാക്കാണ് ഇംഗ്ലീഷ് ഉപയോഗിക്കുന്നത്, ടു ഫാൻ ടു ഫ്ലെയിംസ്. എന്നുവെച്ചാൽ ഊതി കത്തിക്കുകയാണ്. അതായത് നമ്മൾ ഊതാറുമില്ല, കത്തിക്കാറില്ല. പരിശുദ്ധാത്മാവിന് വരുന്ന നമ്മുടെ ജീവിതത്തിൽ വരുന്നൊരു വിഷയം അതാണ്. നമ്മൾ ഊതാറുമില്ല, കത്തിക്കാറില്ല. നാട്ടുകാരെ മൊത്തം നമ്മൾ ഊതും, പക്ഷെ പരിശുദ്ധാത്മാവിന് വേണ്ടി നമ്മൾ ഊതാറില്ല. അതിലൊരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ എഴുതിയിട്ടുണ്ട്, സദാ പ്രാർത്ഥനയും നില. പരിശുദ്ധാത്മാവിന് നമുക്ക് ലീവ് കൊടുത്ത് പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല. എപ്പോഴും നമ്മൾ മനസ്സിലാക്കണം. ലീവ് കൊടുത്ത് ഇപ്പം നമ്മൾ സംഭവിക്കുക, ഇപ്പോൾ 21:36 പറഞ്ഞില്ലേ, 21:36 എന്താ പറഞ്ഞത്? സംഭവിക്കാൻ പോകുന്നതെന്നെല്ലാം രക്ഷപ്പെടാൻ മനുഷ്യപുത്രൻ്റെ മുമ്പിൽ ഹാജരാകാൻ സദാ പ്രാർത്ഥനാ നിരതരും. അവിടെ വിഷയം സദായ്ക്കാണ് വാക്ക്. നമ്മൾ പ്രാർത്ഥിക്കുന്നില്ല എന്നല്ല പറയണത്, നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നവരാണ്. പക്ഷേ നമ്മൾക്ക് വേണ്ടത്രയും വോൾട്ടേജ് സിംഗിൾ ഫേസിലാണ് പോകുന്നത്. നമ്മളുടെ ആധ്യാത്മിക ജീവിതത്തിൻ്റെ ഒരു പ്രത്യേകത, ഇത് സിംഗിൾ ഫേസിലാണ് വർക്ക് ചെയ്യണത്. സിംഗിൾ ഫേസ് വർക്ക് ചെയ്താൽ അതിൽ ബൾബൊക്കെ തെളിയിക്കാൻ പറ്റും, ഇതുപോലെ ഫാനൊക്കെ കറക്കാൻ പറ്റും. പക്ഷേ ഒരു മോട്ടർ, ഒരു അരിയോ ഗോതമ്പൊക്കെ പിടിപ്പിക്കണമെങ്കിൽ, അത് വെള്ളം പമ്പ് ചെയ്യണമെങ്കിൽ ഒരു മോട്ടർ 3 ഫേസിൻ്റെ മോട്ടർ വർക്ക് ചെയ്യാൻ പറ്റത്തില്ല. അതാണ് പ്രശ്നം. നമ്മൾ പ്രാർത്ഥിക്കുന്നവരല്ലെന്നല്ല, നമുക്ക് കുടുംബ പ്രാർത്ഥന ഉണ്ട്, നമുക്ക് എല്ലാ തരത്തിലുള്ള പ്രാർത്ഥനകളും ഉണ്ട്. ഓരോ വീടുകളിലൊക്കെ ചെന്ന് 1 കിലോ 2 കിലോ ഒക്കെ പുസ്തകം തന്നെ പ്രാർത്ഥനാ പുസ്തകമുണ്ട്. പക്ഷേ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾക്ക് സദാ പ്രാർത്ഥന, അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ എപ്പോഴും പള്ളി വന്നിരുന്ന് പ്രാർത്ഥിക്കുന്ന അതല്ല. സദാ പ്രാർത്ഥന മീൻസ് പ്രയർ കോൺഷ്യസ് ആണ്. നമുക്ക് എപ്പോഴും ദൈവത്തെക്കുറിച്ചുള്ള ഒരു ചിന്ത, ഇത് നിങ്ങൾ ദൈവത്തോട് ചോദിച്ച് വാങ്ങിക്കേണ്ടതാണ്. കർത്താവേ, നിന്നെക്കുറിച്ചുള്ള ഒരു ചിന്ത എപ്പോഴും എൻ്റെ മനസ്സിൽ തരണേ. അങ്ങനെ നിന്നെക്കുറിച്ചുള്ള ചിന്ത തരണേ എന്ന് പറഞ്ഞ് നമ്മൾ പരിശുദ്ധാത്മാവിനെ നിലനിർത്തി തരാൻ വേണ്ടി പ്രാർത്ഥിച്ചാൽ പിന്നീട് ഈ പ്രാർത്ഥന നമ്മുടെ ഉള്ളിൽ നിന്ന് വരും. ഓരോരോ സമയത്ത് വേണ്ട പ്രാർത്ഥനകളുണ്ട്. ഇപ്പം നിങ്ങൾ പറയും, ഇപ്പം നമ്മൾ പ്രാർത്ഥനാ പുസ്തകത്തിലുണ്ട്, എന്താണ്, ഇപ്പം ഔസപിതാവിൻ്റെ കാലമാണിത്. ഇപ്പം നമ്മൾ പറയും ഔസപിതാവ് നല്ല മരണത്തിൻ്റെ പുണ്യാളനാണെന്ന് പറയും. അപ്പം നല്ല മരണത്തിന് വേണ്ടി പ്രത്യേക പ്രാർത്ഥനയുണ്ട്, അല്ലേ? നല്ല മരണത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയുണ്ട്, യാത്രയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയുണ്ട്.
ഗർഭിണികളെ ആശുപത്രി ടെസ്റ്റിന് പോകുന്ന സമയത്തുള്ള പ്രാർത്ഥനയുണ്ട്. അബോട്ടാകാതിരിക്കാനും ഡോക്ടറിനെ സമർപ്പിച്ചുള്ള പ്രാർത്ഥനയുണ്ട്. ഞാൻ തന്നെ ഒരു 10-20 ഇത്തരം പ്രാർത്ഥന കൂടെ എഴുതിയിട്ടുണ്ട്. കാരണം എനിക്ക് ദിനത്തിൻ്റെ ജീവിതത്തിൻ്റെ അവസ്ഥകളൊക്കെ അറിയാവുന്ന കാരണം അവസ്ഥകളെല്ലാം വെച്ച് ഞാൻ പ്രാർത്ഥന എഴുതിയിട്ടുണ്ട്. നമ്മുടെ കൃപാസന പുസ്തകത്തിൽ ഉണ്ട് ആ പ്രാർത്ഥനകളെല്ലാം. ജോലിയും ജപിക്കും മുമ്പ്, യാത്രയ്ക്ക് പോകും മുമ്പ്, ഇങ്ങനെ ഒരുമാതിരിപ്പെട്ട മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ എന്തെല്ലാം വിഷയങ്ങളാണ് പ്രാർത്ഥിക്കേണ്ടത്. പരീക്ഷയ്ക്ക് പോകാനുള്ള പ്രാർത്ഥന, എല്ലാത്തിനും പ്രാർത്ഥനയുണ്ട്. പക്ഷേ ഇങ്ങനെയൊക്കെ പ്രാർത്ഥന ഉണ്ടെങ്കിലും ചില സമയത്ത് നമ്മൾ ചെന്നുപെടുന്ന ജീവിത സാഹചര്യത്തിന് പറ്റുന്ന പ്രാർത്ഥന ഒരു പുസ്തകത്തിലും കാണത്തില്ല. നമ്മൾ ചെന്നുപെടുന്ന ജീവിത സാഹചര്യത്തിന് പറ്റുന്ന പ്രാർത്ഥന ഒരു പുസ്തകത്തിലും ചിലപ്പോൾ കാണത്തില്ല. കാര്യം അങ്ങനെയാണ് മനുഷ്യൻ്റെ അവസ്ഥ. ഞാനിപ്പോൾ ഈ മനുഷ്യനോട് കർത്താവ്, ഈ 14ാം നിലയിലെ സിം ഒടിക്കാൻ പോകുന്ന മനുഷ്യന് വേണ്ടി എന്താണ് പ്രാർത്ഥിക്കേണ്ടത്? കാരണം നാളെ അകത്ത് പോകുകയാണ്. ഒന്നെങ്കിൽ പുരുഷൻ മുകളിലോട്ട് കയറി വരും, അല്ലെങ്കിൽ അയാൾക്ക് താഴെ ഇറങ്ങേണ്ടി വരും. എന്നാലും കർത്താവ് ഈ മനുഷ്യന് വേണ്ടി എന്താണ് പ്രാർത്ഥിക്കേണ്ടത്? അതുകൊണ്ട് പ്രാർത്ഥനയില്ല. പക്ഷെ പരിശുദ്ധാത്മാവിൻ്റെ കയ്യിൽ ഇതിൻ്റെ പ്രാർത്ഥനയുണ്ട്. ഇതാണ് വിഷയം. പരിശുദ്ധാത്മാവിൻ്റെ കയ്യിൽ ഈ മനുഷ്യന് വേണ്ടിയുള്ള സൂട്ടബിൾ പ്രെയർ ഉണ്ട്. ഇതുകൊണ്ടാണ് ഈ പൗലോസ് പ്രേമി, അതായത് വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നമുക്കറിയത്തില്ല. ശ്രദ്ധിച്ച മക്കളെ, യേശു സ്വസ്ഥം. ഹല്ലേലൂയ, യേശുവേ ആരാധന, യേശുവേ ഹല്ലേലൂയ, 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 യേശുവേ ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രാർത്ഥിക്കാൻ എന്നെ പഠിപ്പിക്കണം ഈശോ, പ്രാർത്ഥന വരമെന്ന് നൽകണമേ ഈശോ. പ്രാർത്ഥിക്കാൻ എന്നെ പഠിപ്പിക്കണം ഈശോ, പ്രാർത്ഥന വരമെന്ന് നൽകണമേ ഈശോ. നിന്തിരുരക്തത്താൽ കഴുകണമേ ഈശോ, നിന്തിരുഹിതമെന്നിൽ നിറവേറ്റണമേ ഈശോ. നിന്തിരുരക്തത്താൽ കഴുകണമേ ഈശോ, നിന്തിരുഹിതമെന്നിൽ നിറവേറ്റണമേ ഈശോ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതി പുകഴ്ചയും ഉണ്ടാകട്ടെ. അപ്പം അച്ഛൻ പറയുന്നത് മക്കൾക്ക് മനസ്സിലായോ? അതായത് എല്ലാത്തിനും A to Z നമ്മുടെ വീട്ടിലെ പ്രാർത്ഥനാ പുസ്തകത്തിൽ പ്രാർത്ഥനയുണ്ട്. പക്ഷെ നമ്മൾ സ്ട്രെയിഞ്ച് ജീവിതാനുഭവങ്ങളിലൂടെയാണ് പോകണമെങ്കിൽ അതിനെ പറ്റിയ പ്രാർത്ഥന ഈ പുസ്തകത്തിൽ ചിലപ്പോൾ കാണത്തില്ല. ഇപ്പം അതുപോലെയാണ് ഈ മനുഷ്യൻ്റെ പെട്ടിരിക്കുന്നത്. ഇതാണ് 14ാം നിലയിൽ താഴെ ഇറങ്ങിയ പുരുഷ വരും, അല്ലെങ്കിൽ മുകളിൽ പിടിക്കും. അകത്ത് പോയാൽ ജാമ്യമില്ല. എങ്ങനെ പ്രാർത്ഥിക്കും? നമ്മളകത്ത് പോയി അങ്ങനെ ഒത്തിരി കാശ് ഗവൺമെൻറ്റിൽ നിന്നും ഈ ധാന്യമൊക്കെ സപ്ലൈ ചെയ്യുന്ന വ്യവസായിയാണ്. അങ്ങനെ കിട്ടാൻ ഉണ്ട്. പക്ഷേ അകത്ത് പോയാൽ പിന്നെ കിട്ടത്തില്ല, ഈ പൈസ എല്ലാം പോകും. അപ്പോൾ ഒരു തരത്തിലും നമുക്ക് പ്രതീക്ഷ വെക്കാൻ ഒന്നുമില്ലാത്തൊരവസ്ഥ. ഈ സമയത്ത് നമ്മൾ എന്ത് പ്രാർത്ഥിക്കും? ഇവിടെയാണ് പരിശുദ്ധാത്മാവിൻ്റെ റെലവൻസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ പൗലോസിന് ഈ വിഷയം ഉണ്ടായിരുന്നു. കാര്യം എന്ത് പ്രാർത്ഥിക്കണമെന്ന് അറിയാൻ പറ്റാത്ത അവസ്ഥ. ഓരോരോ ഇപ്പോൾ സഭയിലുള്ള പ്രശ്നങ്ങൾ 14 സഭകൾ അങ്ങനെ സ്ഥാപിച്ചു. ആ സഭയിലെല്ലാം പ്രശ്നമുണ്ടായി. കുറഞ്ഞ സഭയിലാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടായത്. അപ്പോൾ പല ആൾക്കാരും വേണ്ട ഉപദേശങ്ങൾ ആ സഭയിൽ തന്നെ വന്ന് പറയും. നമ്മളിതുപോലെ ഇപ്പോഴത്തെ പോലെ ഫോൺ വിളിച്ച് സംസാരിക്കാനോ വണ്ടി എടുത്ത് ചെല്ലാനോ പറ്റാത്ത അവസ്ഥയാണ്. കപ്പൽ കയറി പോകണം. കപ്പലിൻ്റെ സ്വഭാവമാണെങ്കിൽ കാറ്റനുസരിച്ചാണ്. ഒരു ദിവസം അങ്ങോട്ട് നമ്മൾ 2 കിലോമീറ്റർ പോയാൽ രണ്ടാമത്തെ ദിവസം കാറ്റ് തിരിഞ്ഞ് വീശുമ്പോൾ 3 കിലോമീറ്റർ പുറകോട്ട് വരും. ഇങ്ങനെ മുമ്പോട്ടും പുറകോട്ടും പോയാണ് നമ്മൾ അവിടെ എത്തുന്നത്. ഏത് കാലത്ത് എങ്ങനെ അവസാനിക്കും? സംഘർഷം കൊണ്ട് സംഘർഷം. എന്ത് പ്രാർത്ഥിക്കണം? ഇങ്ങനെയൊക്കെ വരുമ്പോൾ എന്താ പ്രാർത്ഥിക്കണമെന്ന് പൗലോസിന് പിടിയില്ല. അപ്പം നമുക്ക് മാത്രമല്ല ഈ പ്രശ്നമുള്ളത്. ഈ ഓരോ ജീവിതത്തിൻ്റെ സ്ട്രെയിഞ്ച് വിഷയങ്ങൾ വരുമ്പോൾ നമുക്ക് തന്നെ പിടികിട്ടാത്ത ഈ നേരത്തെ നമ്മൾ അനുഭവിക്കാത്ത വിഷയങ്ങൾ, അത് നല്ലതും വരും മോശവും വരും. അതിലെ മോശത്തിനോട് പറയണത്, ഇന്നലെ വരെ നിങ്ങൾ നടക്കാത്ത വഴികളിലൂടെ ഞാൻ നിങ്ങളെ നടത്തും. ഇന്നലെ വരെ നിങ്ങൾ നടക്കാത്ത വഴികളിലൂടെ. അപ്പോൾ സ്ട്രെയിഞ്ച് ആയിട്ടുള്ള അപരിചിതമായിട്ടുള്ള വഴികൾ, ഈ അപരിചിതമായിട്ടുള്ള അവസ്ഥകളിൽ നമ്മൾക്ക് പരിചിതമില്ലാത്ത പ്രാർത്ഥന. പൗലോസ് പറയും, വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നമുക്ക് അറിയത്തില്ല. ഉള്ള കാര്യം ഉള്ളതുപോലെ പറയണം ആ മനുഷ്യനെ. അങ്ങനെയുള്ള അപ്പോസ്തല ജീവിതത്തിൽ അങ്ങനെ അനുഭവിച്ചതാണിത്. കാര്യം നിങ്ങൾ ചിന്തിച്ച് നോക്കിയേ, വെളിപാടുകൾ ആധിക്യത്താൽ അഹങ്കരിക്കാതിരിക്കാൻ അവനൊരിക്കലും മുള്ള തന്നിരിക്കുന്നു പറഞ്ഞ പൗലോസ് അപ്പോസ്തലനാണ് പറയണത്. എത്ര വെളിപാടുണ്ടെങ്കിലും ചില സമയത്ത് എന്താണ് പ്രാർത്ഥിക്കേണ്ടതെന്നൊരു പിടിയില്ലെന്ന്. എത്ര വെളിപാടുണ്ടെങ്കിലും ചില സമയത്ത് എന്താണ് പ്രാർത്ഥിക്കേണ്ടതെന്നൊരു പിടിയില്ലെന്ന്. തലയുടെ കിളി പോയെന്ന് പറയത്തില്ല, അതുപോലുള്ള അവസ്ഥ വരികയും ഇങ്ങനെ വേണ്ട വിധം പ്രാർത്ഥിക്കുന്നതാണ്. നമ്മൾ റോമ 8:26 നമ്മുടെ ബലഹീനതയിൽ ആത്മാവ് നമ്മളെ സഹായിക്കുന്നു. അപ്പം ആത്മാവിൻ്റെ ഒരു പ്രധാനപ്പെട്ട ദൗത്യം എന്താണ്? നമ്മുടെ ബലഹീനതയിൽ നമ്മളെ സഹായിക്കുന്നതാണ്. ഒന്ന് പ്രാർത്ഥിച്ചേ, കർത്താവേ ഞങ്ങളുടെ ബലഹീനതയിൽ ഞങ്ങളെ സഹായിക്കുന്ന പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ, പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. അവിടുത്തെ വേണമെന്ന് ആവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. അവിടുത്തെ വേണമെന്ന് ആവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ, പരിശുദ്ധാത്മാവേ
ശക്തി പകർന്നിടണേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമുക്ക് അറിഞ്ഞുകൂടാ എന്താ പറയണത്? നമുക്ക് അറിഞ്ഞുകൂടാ എന്താ പറയണത്? നിസ്സാരമല്ല. ഒരു അപ്പോസ്തലനാണ് പറയണത്. അങ്ങയുടെ സഭയിൽ അങ്ങേ യേശു ക്രിസ്തു കഴിഞ്ഞ പിന്നുള്ള ഒരാളാണ്. അങ്ങയുടെ നിസ്സഹായ അവസ്ഥ പറയും. നമുക്ക് അറിഞ്ഞുകൂടാ എന്ന്. നമുക്ക് പ്രാർത്ഥിക്കാൻ, ചില സാഹചര്യങ്ങളിൽ പ്രാർത്ഥിക്കാൻ നമുക്ക് അറിഞ്ഞുകൂടാ. ഇതിപ്പോൾ 4ാം ക്ലാസ്സിൽ കൊച്ചാ പറയണമെങ്കിൽ നമുക്ക് സംസാരിക്കാം. ഓ സാറിയില്ല, കൊച്ചിന് അറിയാത്തതാണ്. ഇതാരാ പറയണത്? ഒരു അപ്പോസ്തലനാണ് പറയണത്. എല്ലാം അറിയാവുന്ന മനുഷ്യൻ എന്ന് നമ്മൾ പറയും. പക്ഷെ പൗലോസ് അപ്പോസ്തലൻ പറയും, ഇടയ്ക്ക് പറയും അറിയാം, പക്ഷേ അറിയാം എന്ന് വിചാരിക്കുന്നവൻ അറിയേണ്ടത് അറിയുന്നില്ല. അതൊന്നാണ് പ്രാർത്ഥനയ്ക്ക് അറിഞ്ഞുകൂടാ എന്ന് പറയുന്നത്. പൗലോസ് അപ്പോസ്തലൻ ഇടയ്ക്ക് പറയേ അറിയാം എന്ന് എല്ലാവരും പറയും, അറിയാമെന്ന് പറയുന്നവൻ അറിയേണ്ടത് അറിയുന്നില്ല എന്ന്. അറിയേണ്ടത് എന്താണ്? വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയാണെന്ന് അറിയത്തില്ലെന്നാണ്. അപ്പം അറിയേണ്ട ഒരു കാര്യമാണ് വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത്. എപ്പോഴാണ്? നമ്മുടെ ബലഹീനതയിൽ. അതാ 1 കൊറിന്ത്യൻസ് 5:2. അറിയാമെന്ന് ഭാവിക്കുന്നവൻ അറിയേണ്ടത് അറിയുന്നില്ല. അപ്പം നമ്മൾക്ക് അത് ഏറ്റുപറച്ചിലാണ്. അപ്പോസ്തലൻ ഏറ്റുപറച്ചിലാണ് ശരിക്കും എന്ന് പറയുമ്പോൾ ഇത് കേൾക്കുമ്പോൾ നമ്മളെ സാധാരണക്കാരായ നമ്മൾ കർത്താവേ അപ്പോസ്തലന്മാർ വരെ ഇങ്ങനെ പറയണം പ്രാർത്ഥിക്കാൻ അറിയത്തില്ലെന്ന്. പിന്നെ നമ്മുടെയൊക്കെ അവസ്ഥ എന്താണ്? അതുകൊണ്ട് നമ്മൾ ജാഗരൂകതയായിരിക്കണം. ഇപ്പം ജാഗരൂകത എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ 21:36 എന്താ പറയുന്നത്? സംഭവിക്കാൻ പോകുന്നതെല്ലാം രക്ഷപ്പെടാൻ വേണ്ടി സദാ പ്രാർത്ഥനാ നിരതരും ജാഗരൂകരുമായിരിക്കാൻ. പക്ഷേ ജാഗരൂകത എന്തിനെക്കുറിച്ചാണ് വേണ്ടത്? ഒന്നാമത് ജാഗരൂകത നമ്മൾക്ക് അറിയേണ്ട കാര്യങ്ങൾ അറിയാൻ കഴിയുന്നില്ല എന്നുള്ള നിസ്സഹായതയെക്കുറിച്ചാണ്, പ്രാർത്ഥിക്കാൻ അറിയാൻ പാടില്ലാത്ത അവസ്ഥയെക്കുറിച്ചാണ് ആദ്യത്തെ ജാഗരൂകത വേണ്ടത്. ശ്രുതികട ഹല്ലേലൂയ, യേശുവേ സ്തുതി, ഹല്ലേലൂയ, 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 യേശുവേ സ്തുതി, ഹല്ലേലൂയ, 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 യേശുവേ സ്തുതി, ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രാർത്ഥിച്ചാൽ ഉത്തരവുണ്ട്, യാചിച്ചാൽ മറുപടി, മുട്ടിയാൽ തുറന്നി, ചോദിച്ചാൽ ലഭിച്ചിടുന്നത് നിശ്ചയം. പ്രാർത്ഥിച്ചാൽ ഉത്തരവുണ്ട്, യാചിച്ചാൽ മറുപടി, മുട്ടിയാൽ തുറന്നി, ചോദിച്ചാൽ ലഭിച്ചിടുന്നത് നിശ്ചയം. നിശ്ചയം നിശ്ചയം അത് നിശ്ചയം, വാക്കു പറഞ്ഞവൻ മാറുകയില്ല. നിശ്ചയം നിശ്ചയം അത് നിശ്ചയം, വാക്കുകൾ തന്നലെ അകലുകയില്ല. പ്രാർത്ഥിച്ചാൽ ഉത്തരവുണ്ട്, യാചിച്ചാൽ മറുപടി, മുട്ടിയാൽ തുറന്നി, ചോദിച്ചാൽ ലഭിച്ചിടുന്നത് നിശ്ചയം. പ്രാർത്ഥിച്ചാൽ ഉത്തരവുണ്ട്, യാചിച്ചാൽ മറുപടിയും, മുട്ടിയാൽ തുറന്നി, ചോദിച്ചാൽ ലഭിച്ചിടുന്നത് നിശ്ചയം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരും ആരാധനയും സ്തുതി പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പൗലോസ് അപ്പോസ്തലൻ എന്നിട്ട് ഇങ്ങനെ ഒരു നിസ്സഹായ അവസ്ഥ വന്നാൽ ഹൗ ടു പ്രേ, വാട്ട് ടു പ്രേ, എന്താണ് ഇപ്പോഴും ഈ ഒരു അവസ്ഥയിൽ നിന്ന് കരകയറാനുള്ള പ്രാർത്ഥന എന്താണ് എന്ന് തനിക്കറിയാൻ പാടില്ലെന്ന് പറയുന്ന പൗലോസ് അപ്പോസ്തലൻ ആരെയാണ് ആശ്രയം വെക്കണം നോക്കിയേ? നമുക്കറിഞ്ഞുകൂടാ. എന്നാൽ അവാച്യമായ നെടുവീർപ്പുകളാൽ ആത്മാവ് തന്നെ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നു. നമ്മൾ യേശു മാധ്യസ്ഥനാണെന്ന് നമുക്കറിയാം, ഏക മാധ്യസ്ഥൻ. പക്ഷേ യേശുവിൻ്റെ കൂടെ ത്രിത്വിക ദൈവം നമുക്ക് വേണ്ടി മാധ്യസ്ഥനാകും. ഇതെപ്പോഴാണ്? ജാഗ്രത ഉണ്ടാകുമ്പോൾ, നമ്മുടെ നിസ്സഹായ അവസ്ഥയെക്കുറിച്ച്. ഞാൻ എന്താ ഈ പറയണമെന്ന് എനിക്കറിയാം. ഈ സമയത്ത് ഈ മനുഷ്യൻ പോലീസിൻ്റെ കയ്യിൽ അകപ്പെട്ട് ജയിലിലേക്ക് പോകാൻ പോകുന്ന ഈ മനുഷ്യൻ ജീവിതം പൊട്ടിഞ്ഞു പോകാൻ ഈ മനുഷ്യൻ ഈ 14ാം നിലയിൽ വെച്ച് ഞാൻ എന്ത് പ്രാർത്ഥനയാണ് പറഞ്ഞു കൊടുക്കേണ്ടത്? പരിശുദ്ധാത്മാവ് എനിക്കൊരു പ്രാർത്ഥന പറഞ്ഞു തന്നു. ഇത് ഈശോയുടെ ഇരിപ്പുണ്ട്. അതാണ് ഈ പ്രശ്നം. നമ്മൾ സദാ പ്രാർത്ഥന നിരന്ന് പറയത്തില്ലേ? ഇതുകൊണ്ടുണ്ടാകുന്ന ഗുണമെന്ന് പ്രാർത്ഥിക്കുമ്പോഴല്ല നമുക്ക് ഉണ്ടാകുന്നത്. നമ്മൾ കർത്താവുമായിട്ട് പ്രേയർഫുള്ളോയിലാണെങ്കിലേ, സദാ പ്രാർത്ഥനയിലാണെങ്കിലേ, ഒരു ഇഷ്യൂ വരുന്ന സമയത്ത് നമ്മൾ പോലും അറിയാതെ ദൈവം നമ്മളിലേക്ക് അഭിഷേകം തരും. ഞാൻ ഈ മനുഷ്യനൊരു വാക്ക് പറഞ്ഞു. എന്താ പറഞ്ഞത്? ജീസസ് ചേഞ്ച് ദ ഹാർട്ട്. ഇപ്പോൾ പറഞ്ഞതാണ്. എനിക്ക് ഇങ്ങനൊരു പ്രാർത്ഥന ഉണ്ടെന്ന് അറിയത്തില്ലായിരുന്നു. ജീസസ് ചേഞ്ച് ദ ഹാർട്ട്. എന്താണ്? കർത്താവേ, ആ മനുഷ്യൻ്റെ ഹൃദയത്തെ മാറ്റണമേ. കാര്യം എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളൊരു വിഷയമാണ്, നമ്മൾ എന്ത് അനുഭവിച്ചാലും അനുഭവിക്കണം എവിടെയാണ്? ഹാർട്ടിലാണ്, അല്ലേ? നമ്മൾ എന്ത് അനുഭവിച്ചു, സങ്കടമാണെങ്കിലും നമ്മുടെ ഹൃദയത്തിനാണത് വരണത്. സന്തോഷമാണെങ്കിലും അനുഭവിക്കണം എവിടെയാണ്? ഹൃദയത്തിനാണ്. ഇപ്പം ഹൃദയം എപ്പോഴും പ്രാർത്ഥനയുടെ ഒരു ഫോക്കൽ പോയിൻ്റാണ്. നമ്മുടെ കാലും തലയും തലച്ചോറും ഒന്നും പ്രാർത്ഥനയുടെ ഫോക്കൽ പോയിൻ്റ് അല്ല. പക്ഷെ ഹൃദയം പ്രാർത്ഥനയുടെ ഒരു ഫോക്കൽ പോയിൻ്റാണ്. അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുന്ന വ്യക്തി എപ്പോഴും ഹൃദയത്തെ എപ്പോഴും ശ്രദ്ധിക്കണം. എന്താ വെച്ചാൽ ഈ പല പ്രാർത്ഥനകൾക്കും വ്യക്തമായ ഉത്തരം നമുക്ക് ലഭിച്ചിട്ടും നമുക്കത് മനസ്സിലാകാത്തതിൻ്റെ കാരണം ഹൃദയം വേറെ ആരുടെയോ തടവറയിലാകുന്നത് കൊണ്ടാണ്. ഇപ്പം നമ്മൾ ഒരാളെ മൊബൈലിൽ വിളിക്കുന്നു, ഹലോ. പക്ഷെ നമ്മൾ ഇപ്പം തിരിച്ച് ഹലോ കേൾക്കുമ്പോൾ അയ്യോ ഇത് ജോസിൻ്റെ സ്വരം അല്ലല്ലോ, എടാ നീ ജോസല്ലേ, അപ്പോൾ മിണ്ടത്തില്ല. പിന്നെ ഹലോ അപ്പോഴും ഇത് ജോസല്ലല്ലോ, നമ്മൾ ജോസിനെ വിളിച്ചത്, പക്ഷേ അയാളുടെ മൊബൈൽ വേറെ ആളുടെ കയ്യിലാണ്. സംഭവം ഇതാണ്. അപ്പം ഞാൻ ചില സ്ഥലം MLA-മാരെയൊക്കെ അങ്ങനെ വിളിക്കുമ്പോഴേ MLA-മാരൊന്നും എടുക്കത്തില്ല, അവർ വല്ല പ്രസംഗത്തിലുമായിരിക്കും. ആ മൊബൈൽ അവരുടെ ഡ്രൈവറിൻ്റെ കയ്യിലുമായിരിക്കും ഇരിക്കുന്നത്. അവരോടൊക്കെ ഒന്നും പറയാൻ പറ്റത്തില്ല. ഇതുപോലെ ഹാർട്ടിന് സംഭവിക്കും. നമ്മളുടെ ഹാർട്ട് വേറെ ആരുടെയും കയ്യിലായിരിക്കും.
അപ്പോൾ ദൈവത്തിന് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇതൊരു വലിയ വിഷയമാണ്, സീരിയസ് വിഷയമാണ്. എന്നിട്ട് ഇതിന് പൗലോസ് പറയുന്നത് ഹാർട്ടിന് എപ്പോഴും ഒരു വാച്ചർ വേണമെന്ന് പറയും. ഹാർട്ടിനൊരു വാച്ചർ വേണം, അത് അടിച്ചു മാറ്റാതിരിക്കാൻ വേണ്ടി, നമ്മുടെ ഹൃദയമേ അടിച്ചു മാറ്റാതിരിക്കാൻ വേണ്ടി. അതുകൊണ്ട് സുഖലോലുപത മദ്യാസക്തി ജീവിത വ്യഗ്രതയാൽ നിങ്ങളുടെ ഹൃദയം അന്ധമാകുകയും ആ ദിവസം ഒരു കെണി പോലെ വന്ന് നിങ്ങളുടെ മേൽ വന്ന് വീഴുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെ ഇതുപോലെ കെണികൾ വീഴാൻ സാധ്യതയുള്ള എവിടെയാണ്? ഹാർട്ടിലാണ് ഇത് വരുന്നത്. എല്ലാ കെണികളും അനുഭവിക്കുന്നത് എവിടെയാണ്? ഹാർട്ടിലാണ്. അതുകൊണ്ട് എപ്പോഴും പൗലോസ് പറയും എപ്പോഴും സന്തോഷത്തിലിരിക്കുക, ഇടതടവില്ലാതെ പ്രാർത്ഥിക്കുക, എല്ലാ കാര്യവും കൃതജ്ഞത പ്രകാശിപ്പിക്കുക. അപ്പോൾ നിങ്ങളുടെ ധാരണകളെ അതിലേക്കുന്ന ദൈവത്തിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയത്തെയും ചിന്തയെയും കർത്താവായ യേശുക്രിസ്തുവിനെ കാത്തുകൊള്ളും. ഇങ്ങനെ വാച്ചറാണ്. ഈ ഹൃദയത്തിന് പ്രശ്നമുണ്ട്. കർത്താവായ യേശു, അതാണ് നമ്മൾ വായിക്കുന്നത്, ഹൃദയത്തിന് എപ്പോഴും. ഇപ്പോൾ ഫിലിപ്പിയർ 4:4, 4:6, 4:7 വചനം വരെ ഇതാണ് ഈ വചനം തന്നെയാണ്. അപ്പോൾ ഹൃദയത്തിന് കാവൽ വേണം. ഇപ്പം ഞാൻ ചിലതൊക്കെ പ്രണയം തെറ്റാണോ വെച്ചാൽ അതൊക്കെ എന്നോട് ചില പെൺപിള്ളേർ വന്നോട് ചോദിക്കും, ഇവിടെ ആൾക്കാരെ അച്ഛനെ കാണാൻ പറ്റുന്ന കാലത്ത്. ഇപ്പം ഞാൻ ചിരിച്ചു കളയും. എന്താ കാര്യം അറിയാം? ഇതിൻ്റെ ഏറ്റവും വലിയ അപകടം പ്രയർ ലൈഫ് പോകുന്നുള്ളതാണ്. മറ്റത് പിന്നെയാണ്. ഇതിൻ്റെ ഏറ്റവും സംഭവം ഈ നമ്മളുടെ ഹാർട്ട് നമ്മുടെ കപിതാവിൻ്റെ കയ്യിലായിരിക്കും എപ്പോഴും. വലിയ പരിപാടിയാണത്. നിങ്ങളുടെ പല പ്രാർത്ഥനകൾക്കും ദൈവത്തിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാത്ത കാരണം നിങ്ങളുടെ ഹൃദയം തടവറയിലായതുകൊണ്ടാണ്. ഇപ്പം അത് ജോലിയെ സംബന്ധമായ കാര്യമായാലും ശരി, ഒരു സ്ഥലം വിൽക്കുകയോ വാങ്ങുന്ന കാര്യമായാലും ശരി, ഹാർട്ട് തടവറയിലേക്ക് പോകും. എന്താ പ്രശ്നം വെച്ചാൽ ദൈവത്തെക്കാൾ ഉപരി വേറെ ആരെ സ്നേഹിച്ചാലും എനിക്ക് യോഗ്യനല്ലെന്നല്ല ഈശോ പറയണത്. കാരണം എനിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ്, കർത്താവിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ്. ഇതുപോലെ ഹാർട്ട് ഒരു പ്രശ്നമാണ്. കാര്യം ദൈവം കമ്മ്യൂണിക്കേറ്റ് ചെയ്യണതും ദൈവത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും നടക്കുന്നത് കേന്ദ്രം ഹാർട്ടിലാണ്. അതുകൊണ്ടാണ് ഇത് സംരക്ഷിക്കപ്പെടണമെന്ന് പറയുന്നതിൻ്റെ കാരണം. ഇപ്പം എൻ്റെ പരിശുദ്ധാത്മാവ് എനിക്ക് പെട്ടെന്ന് തന്നത് ജീസസ് ചേഞ്ച് ദ ഹാർട്ട് എന്ന് പറഞ്ഞു. എന്താണ്? ഈ CBI റെയ്ഡിൽ പിടിക്കാൻ പോകുന്ന ആളിൻ്റെ ഹാർട്ട് ചേഞ്ച് ചെയ്യാനാണ് പ്രാർത്ഥന. അങ്ങനെ ഒരു പ്രാർത്ഥന ആ പ്രാർത്ഥനാ പുസ്തകത്തിൽ ഞാൻ ആർക്കും എഴുതി കൊടുത്തിട്ടില്ല. പലർക്കും മക്കളില്ലാത്തവർക്ക് മക്കൾ ഉണ്ടാകാൻ വേണ്ടിയുള്ള ബന്ധപ്പെടാൻ വേണ്ടി പ്രാർത്ഥന ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. നമ്മളിത് പ്രാർത്ഥന പുസ്തകത്തിൽ ഇല്ല, കൗൺസിൽ ചെയ്യാൻ വരുമ്പോൾ ഞാൻ പറഞ്ഞു കൊടുക്കുക പ്രാർത്ഥന. ബന്ധപ്പെടുന്ന മുമ്പുള്ള പ്രാർത്ഥനയുണ്ട്. പക്ഷേ കാര്യം മനുഷ്യൻ്റെ ജീവിതം ദൈവമായിട്ടുള്ള എല്ലാം ദൈവികമാണ്, ദൈവികമല്ലാത്ത ഒന്നുമില്ല. അപ്പോൾ അതാത് കാലങ്ങളിലൊക്കെ വിശ്വാസ ജീവിതം ജീവിച്ച ആൾക്കാരുണ്ട്. ഇപ്പോൾ തോബിയാസ് പോലും ജീവിത പങ്കാളിയുമായിട്ട് ഐക്യപ്പെടുന്ന മുമ്പുള്ള പ്രാർത്ഥനയില്ലേ, അവർ രണ്ടു മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നുണ്ട് ആ സമയത്ത്. അപ്പോൾ ആ വിഷയം എന്താണ്? പ്രാർത്ഥനയുടെ സബ്ജക്റ്റാണത്. ബൈബിൾ അതിസുന്ദരമാണ് വിഷയങ്ങളിൽ. പക്ഷേ ഇങ്ങനെയുള്ള ഇത്രയും പ്രാർത്ഥന ഉണ്ടെങ്കിലും എനിക്ക് ഈ CBI റെയ്ഡ് ചെയ്യാൻ പോകുന്ന മനുഷ്യനെ എനിക്ക് പറഞ്ഞു കൊടുക്കേണ്ട പ്രാർത്ഥന എൻ്റെ മനസ്സിലില്ല. പക്ഷേ എനിക്ക് കർത്താവ് ഒരു പ്രാർത്ഥന തന്നു. എന്താണ്? ജീസസ് ചേഞ്ച് ദ ഹാർട്ട്. ഞാനോട് ഈ മനുഷ്യൻ അകപ്പെട്ട് പോകുന്നു വിചാരിച്ചു. പക്ഷേ 11 മണിയായപ്പോൾ ഈ മനുഷ്യൻ രാവിലെ എന്നെ വിളിച്ചു. രാത്രി സംഭവം നടക്കണത്. രാവിലെ എന്നെ വിളിച്ചു. എന്നിട്ട് ആദ്യം പറഞ്ഞെന്താണെന്നറിയാമോ? അച്ഛനോട് ഞാൻ ഈ വിഷയം പറഞ്ഞതിന് ശേഷം എൻ്റെ ഹൃദയം അങ്ങോട്ട് മാറിപ്പോയെന്ന്. അപ്പോൾ ഒന്ന് ചിന്തിക്കണം. ഇപ്പോൾ ഈശോ ഇവിടെ ഇരിക്കുന്നുണ്ട്, എൻ്റെ ഇടത് ഭാഗത്ത് അമ്മയുണ്ട്. ഞാൻ പറയുന്നതിൽ ഒരു ശ്വാസം പോലും ഡീവിയേഷൻ ഇല്ലാത്ത കാര്യമാണ്. ഞാൻ ഫോൺ കട്ട് ചെയ്തതിന് ശേഷമാണ് കർത്താവിനോട് ഞാൻ പറഞ്ഞത് ജീസസ് ചേഞ്ച് ദ ഹാർട്ട് എന്ന്. ഫോൺ കട്ട് ചെയ്തിട്ടാണ് ഞാൻ പറഞ്ഞിട്ട് ആ മനുഷ്യൻ കേട്ടിട്ടില്ല. പക്ഷേ പിറ്റേ ദിവസം എന്നോട് പറയണതാണ്, അച്ഛനോട് സംസാരിച്ചതിന് ശേഷം എൻ്റെ ഹാർട്ട് ചേഞ്ച് ആയി പോയെന്ന്. ഞാൻ പറഞ്ഞു, ഈശോ, എൻ്റെ ജീവിതത്തിൽ മറക്കാത്ത അനുഭവങ്ങളൊന്നാണിത്. അതായത് നമ്മളുടെ എല്ലാത്തിനും ഉത്തരം നിങ്ങൾക്കറിയണോ? CBI അതിനുശേഷം കേസായി. ആളെ പിടിച്ചില്ല, പക്ഷെ കേസായി. എത്രയോ സിറ്റിങ്സ് കഴിഞ്ഞോ, വീടുകളെ റെയ്ഡിങ് ചെയ്തു. പക്ഷെ അറസ്റ്റായില്ല. അപ്പോഴും അറസ്റ്റായില്ല. കേസ് കഴിഞ്ഞിട്ട് ഈ മനുഷ്യനെ പല പ്രാവശ്യം CBI വിളിപ്പിക്കുമ്പോഴൊക്കെ പരിശുദ്ധ അമ്മ കൂടെ നിന്നിട്ട് ഈ ആവശ്യപ്പെടുന്ന ഓരോ പേപ്പർ ഇയാൾക്ക് പോലും അറിവില്ലാത്ത മറന്നുപോയിട്ടുള്ള കാര്യങ്ങളൊക്കെ മനസ്സ് ഓർപ്പിച്ച് എടുത്തെടുത്ത് കൊടുത്തു. ആ കേസുണ്ടായിരുന്ന 10 പേര് അകത്താകുമ്പോൾ ഇയാൾ അകത്താ നിൽക്കുക. നമ്മൾ ഇന്ന് നിങ്ങളോട് അപ്പോൾ ശരിയായ മനുഷ്യനെ വെറുതെ വിട്ടു എന്ന് ചിന്തിച്ച് എനിക്കൊരു കേസ് നമുക്ക് ഇന്ന് നിങ്ങളിവിടെ ഇടയ്ക്ക് ചൊവ്വാഴ്ചകളിൽ ശുശ്രൂഷ ചെയ്യുന്ന വിജയകുമാറാണ് ആള്. വിജയകുമാർ അദ്ദേഹം ഇവിടുത്തെ ശുശ്രൂഷകനാണ്. പക്ഷേ ഒരു ദൈവാനുഭവത്തിൻ്റെ സഞ്ചാരം കണ്ടില്ലേ? ഞാൻ പഠിച്ച ഇതാണ് ജീസസ് ചേഞ്ച് ദ ഹാർട്ട്. അതെനിക്കറിയാൻ പറ്റാത്തൊരു പ്രാർത്ഥനയാണ്. അതായത് നമ്മൾ എല്ലാം അനുഭവിക്കുന്നത് ഹൃദയത്തിലാണ്. നമ്മൾ പറയും ജപ്തി നടപടി വരല്ലേ നമ്മൾ പ്രാർത്ഥിക്കും. കാര്യം എന്താ? ഇനി സഹിച്ച് മതി, ഞാൻ മടുത്ത്, ഇനി ഒന്നും സഹിക്കാനില്ല എന്നല്ലേ നമ്മൾ പറയണത്. പക്ഷേ ആ വിഷയത്തിൻ്റെ അപ്പുറത്ത് ഇതെല്ലാം അനുഭവിക്കുന്നത് എന്താണ്? നമ്മുടെ ഹൃദയമാണ്. ഒന്ന് ശ്രദ്ധിച്ച മക്കളെ, യേശു സ്വസ്ഥം